ഒരു ദിവസം തന്നെ ആയിരക്കണക്കിന് സുന്നത്തുകൾ എടുത്ത് ജീവിക്കാൻ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കഴിയും. അത് സുന്നത്തല്ലേ എന്ന് വിചാരിച്ച് അവഗണിക്കുകയല്ല നമ്മൾ വേണ്ടത്. സ്വഹാബത്തും നമ്മളും തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ്. സ്വഹാബത്ത് സുന്നത്തിനെ യാ അല്ലാഹ് അത് സുന്നത്തല്ലേ എന്ന് ഗൗരവത്തോടെ കാണുമ്പോൾ നമ്മൾ അത് സുന്നത്തല്ലേ ഉള്ളൂ എന്ന നിസ്സാര വാക്കിലൂടെ ഒതുക്കുകയാണ്. അതങ്ങനെയല്ല നമുക്കുണ്ടാവേണ്ടത്. സുന്നത്തിനെ അവഗണിക്കുന്നയാൾ അവസാനം ഫർളും അവഗണിക്കും. ആദ്യം പറയും അത് മുഅക്കദായ സുന്നത്തല്ലല്ലോ, പിന്നെ പറയും അത് സുന്നത്തല്ലേ ഉള്ളൂ. അവസാനം അയാൾ ഫർള് വരെ ഒഴിവാക്കുന്ന ജീവിതത്തിലേക്ക് എത്തിപ്പെടും. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ നമ്മൾ ജീവിതത്തിൽ നെഞ്ചേറ്റണം. അവർക്കാണ് അർശിന്റെ തണൽ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. മഹബത്തിന്റെ ഒന്നാമത്തെ അടയാളം മഹാന്മാര് പറയുന്നത് ഇഖ്തിദാഉ സുന്നതിഹി വസുലൂകു ത്വരീഖതിഹി. ഒരാൾ മുഹിബ്ബാണെങ്കിൽ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അയാൾ സുന്നത്തിനെ ശിരസാവഹിക്കും. പരിസ്ഥിതിയുടെ ശുചീകരണം, പരിസ്ഥിതി ദിനമൊക്കെ പ്രഹസനമാകുന്ന കാലം, ആർക്കോ വേണ്ടി ഫോട്ടോക്ക് വേണ്ടി നമ്മൾ ചെടി നടന്ന കാലം, ആരാണ് അതൊരു സുന്നത്ത് എന്ന നിലക്ക് ഏറ്റെടുത്ത് ചെയ്യുന്നത്? മരത്തൈ നടലും അതിന് വെള്ളം നനക്കലുമെല്ലാം വലിയ ഇബാദത്തായി നമ്മൾ കൊണ്ട് നടക്കാറുണ്ടോ? ഫലം ഇല്ലാത്ത മരത്തിന് വെള്ളമൊഴിച്ചാൽ പോലും പച്ചപ്പ് നിലനിർത്തിയതിന് പ്രതിഫലമുണ്ടെന്ന് പറയുന്ന മതമാണ് ഇസ്ലാം. എല്ലാം മറ്റുള്ളവർക്ക്, പരിസ്ഥിതി വാരാചാരം അത് ഗാന്ധിജിക്ക് വിട്ടുകൊടുത്തു. ശിശുവിന്റെ ആരാണ് കുട്ടികളുടെ അത് ചാച്ചാജിക്ക് വിട്ടുകൊടുത്തു. അയിന റസൂൽ, മുത്തുനബി എവിടെ? നമ്മളല്ലേ ഇത് ഏറ്റെടുത്ത് ഈ ഉമ്മത്തിന് ചെയ്തു കൊടുക്കേണ്ടത്. ഒരു കുഞ്ഞുമോന് മടിയിൽ മൂത്രൊഴിച്ച ഘട്ടത്തിൽ ശകാരിക്കുന്ന ഉമ്മയെ മഹിലൻ കുട്ടിയെ ഒന്നും പറയേണ്ടതില്ലെന്ന് പറഞ്ഞ നേതാവാണ് നമ്മുടെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 7 കുട്ടികൾ അവിടുത്തെ മടിയിൽ മൂത്രമൊഴിച്ചു. ഒരു കുട്ടിയെയും ശകാരിച്ചില്ല, വേദനിപ്പിച്ചില്ല. അങ്ങനെ സുന്നത്തുള്ള ഒരു ജീവിതം നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയണം. വുളൂയിൽ എത്ര സുന്നത്തുകൾ, ടോയ്ലറ്റിൽ പോകുമ്പോൾ എത്ര സുന്നത്തുകൾ. ഒരു ദിവസം തന്നെ ആയിരക്കണക്കിന് സുന്നത്തെടുക്കാൻ നമുക്ക് കഴിയും. തീർച്ചയായിട്ടും സുന്നത്തുകൾ പഠിച്ച് ഹബീബായ തങ്ങളിലേക്ക് അടുക്കാനുള്ള ജീവിതമാണ് വരുന്ന റബീഉൽ അവ്വലിലൂടെ നമുക്ക് സാധ്യമാവേണ്ടത്. അർശിന്റെ തണൽ കിട്ടുന്ന മൂന്നാമത്തെ വിഭാഗം മൻ അക്സറ സ്വലാത്ത അലയ്യ, എന്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നവർ. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്, അതിന് തുല്യം നിൽക്കുന്ന ഏത് ഇബാദത്താണ് ലോകത്തുള്ളത്? അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എന്റെ ജീവിതം കുറെ പാഴായിപ്പോയി, കുറെ വെറുതെ പോയി, തെറ്റുകുറ്റങ്ങളിലായി ജീവിച്ചു, ഞാൻ നന്നാവൂല എന്ന് ഒരാളുടെ മനസ്സിൽ നിരാശ വരുമ്പോ, മോനെ നീ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് നീ ഏറ്റെടുത്തു നോക്കൂ. നിന്റെ ഇന്നലകളിൽ കഴിഞ്ഞ തെറ്റുള്ള ജീവിതത്തെ നന്നാക്കിയെടുക്കാനും വരാനിരിക്കുന്ന കാലത്തെ ശുദ്ധിയാക്കാനും സാധ്യമാകുന്ന അമലാണ് സ്വലാത്ത്. സ്വലാത്ത് കൊണ്ട് കിട്ടുന്ന ഒരുപാട് നേട്ടങ്ങൾ വിശദീകരിക്കുന്നിടത്ത് ഇമാം ഖസ്ത്വല്ലാനി റഹിമഹുല്ല പറയുന്നുണ്ട്, സ്വലാത്ത് ചൊല്ലുമ്പോൾ നമ്മൾ മാത്രമല്ല നന്നാവുന്നത്, നമ്മുടെ മക്കളെ മക്കൾ, സന്താന പരമ്പര മുഴുവനും നന്നാകും. അതുകൊണ്ട് നമ്മുടെ ചുണ്ടുകളിൽ സ്വലാത്തുണ്ടാവണം. സ്വലാത്ത് ചൊല്ലുന്നവരുടെ അധരങ്ങളിൽ മലക്കുകൾ വന്നിരിക്കും. ചൊല്ലുമ്പോഴേക്ക് അവർ പൊതിഞ്ഞിട്ട് റൗളയിലേക്ക് കൊണ്ടുപോകും. ഇന്നയാളുടെ മകൻ ഇന്നയാള് സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടെന്ന് അറിയിക്കും. അങ്ങനെ നമ്മുടെ പേര് അവിടുത്തെ റൗളയിൽ വെളിവാക്കപ്പെടും. അതുവഴി നമ്മൾ സ്വർഗത്തിലെത്തുകയും ചെയ്യും. റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ. നാളെ പരലോകത്ത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ പിടിക്കാനും അവിടുത്തെ ശഫാഅത്ത് ലഭിക്കാനും അതുവഴി സ്വർഗത്തിൽ അവിടുത്തെ കാണാനുമെല്ലാം സ്വലാത്ത് ഒരു കാരണമാണ്. റബീഉൽ അവ്വൽ വരുന്നു, ധാരാളം സ്വലാത്ത് ചൊല്ലി യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ നമുക്ക് പെടാൻ കഴിയണം. ദിവസവും 30,000 സ്വലാത്ത് ചെല്ലുന്ന
ഷഹറാൻ ഇമാമിന്റെ ഉസ്താദിനെ നമ്മൾ വായിക്കണം. മറ്റൊരു ഉസ്താദ് 40,000 സ്വലാത്ത് ചൊല്ലാറുണ്ടെന്ന് ശിഷ്യൻ ലവാഖിൽ വിശദീകരിക്കുന്നുണ്ട്. അത്രയൊന്നും നമുക്ക് പറ്റൂലെങ്കിലും ഒരു 100 സ്വലാത്ത് ഡെയിലി ചൊല്ലാൻ, ധാരാളം സ്വലാത്ത് റബീഉൽ അവ്വൽ കഴിയുമ്പോഴേക്ക് ചൊല്ലാൻ നമുക്ക് സാധ്യമാവണം. അള്ളാഹു നമ്മളെ എല്ലാവരെയും നല്ലവരിൽ, മുത്തഖീങ്ങളിൽ, മുഹിബ്ബീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.